ഹലോ ഓൾ വെൽക്കം ടു പി കെ ലേണിങ്സ്. അപ്പോൾ നമ്മൾ അടുത്ത ഒരു SCRT സെഷനിലേക്ക് കടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇപ്പോൾ ഒരു വളരെ ബ്രോഡായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ SCRT തന്നെ അത്യാവശ്യം മോർ കണ്ടൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ഏരിയയുടെ ഒരു നെക്സ്റ്റ് സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത് തുടങ്ങുന്നത് ബാങ്കിങ് മാറുന്ന മുഖം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ന്യൂ ജനറേഷൻ ബാങ്കുകളൊക്കെ 1991 വന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം വന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നീട് ഒരുപാട് ടെക്നോളജിക്കൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറിപ്പോയി. ഇപ്പോൾ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ബാങ്കിങ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആപ്പുകൾ വഴിയായിട്ടോ ഇപ്പോൾ ഒരു ഫിസിക്കലായിട്ട് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യം മിക്കവാറും വരുന്നില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ എത്തിച്ച കുറേ ചേഞ്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ ഒരു കാര്യം തരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആധുനിക കാലഘട്ടത്തിൽ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ബാങ്ക് നേരിട്ട് പോയി ഇടപാടുകൾ നടത്തിയിരുന്ന കാലം മാറി ഇപ്പോൾ മൊബൈൽ ആപ്പുകൾ, ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്നിവയുടെ വരവോടെ ഇടപാടുകാർക്ക് വിവിധ ബാങ്കിങ് സേവനങ്ങൾ അനായാസം ലഭ്യമാകുന്നു. കയ്യിൽ പണം കരുതാതെയും പണമിടപാടുകൾ നടത്താൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് ബാങ്കിങ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ ഉദാഹരണങ്ങൾ നമ്മൾ ഓരോന്ന് പറയുകയാണ്. ഒന്നാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് ATM ആണ്, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ബാങ്കിൽ പോകാതെ ഏത് സമയത്തും പണം അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ ATM നമ്മെ സഹായിക്കുന്നു. CDM അഥവാ ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീൻ സൗകര്യം ഉപയോഗിച്ച് ഏത് സമയത്തും പണം നിക്ഷേപിക്കുവാനും കഴിയും. നമുക്ക് ഓൾറെഡി പരിചയമുള്ളൊരു കാര്യമാണ്, വലിയ എക്സ്പ്ലനേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. എങ്കിലും പറയുകയാണ്, ATM എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ ആണെന്നുള്ള ഫുൾ ഫോം ഓർത്തിരിക്കുക. CDM എന്ന് പറഞ്ഞാൽ ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീൻ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ കയ്യിലുള്ള പണം നമ്മൾ ബാങ്കിൽ പോകാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് ചെയ്യാനും അവിടെ നിന്ന് പിൻവലിക്കാനും നമുക്ക് കഴിയും. CDM വഴി കൊണ്ടുവന്ന് നമ്മുടെ കയ്യിലുള്ള പണം എന്ത് ചെയ്യാൻ പറ്റും, ഡിജിറ്റലാക്കി മാറ്റി ഡിപ്പോസിറ്റ് ചെയ്യാനും ATM വഴി നമുക്ക് എന്ത് ചെയ്യാം, അത് പിൻവലിക്കാനും കഴിയുന്നു. അടുത്താണ് UPI. പിന്നീട് ATM ഒക്കെ ഒരുപാട് പ്രചാരത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തിന് ശേഷം വളരെ റെവല്യൂഷണറി ആയിട്ട് വന്നൊരു കാര്യമാണ് UPI എന്ന് പറയുന്നത്. ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളെ ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഡിജിറ്റൽ സംവിധാനമാണ് UPI. നമുക്കറിയാം, നമുക്ക് GPayയും ഫോൺപേ ഒക്കെ ഉണ്ട്. ഈ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒന്നിലധികം ആപ്ലിക്കേഷൻസിൽ, അതായത് ഇപ്പോൾ നമുക്ക് ഫോൺപേയോ GPയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻസ് കുറേ എണ്ണം ഉണ്ടാവും. ഇതിനകത്തു കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ നമുക്ക് ഒരൊറ്റ UPIയിലൂടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗൂഗിൾ പേയിൽ മാത്രം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഒക്കെ അക്കൗണ്ടുകൾ വ്യത്യസ്തമായിട്ടുണ്ടാവും. ഇതിലൊന്നിൽ പൈസ കിട്ടുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മറ്റേ ബാങ്ക് ഉപയോഗിക്കാം. നമുക്ക് ഇനി ഒരു ഫിസിക്കലായിട്ടൊരിടത്ത് പോവുകയോ ഇനി ATMയിൽ പോയി പൈസ പിൻവലിക്കേണ്ടയോ ആവശ്യം വരുന്നില്ല. ATMയിൽ പോകാതെ പണമിടപാട് നടത്താൻ ഈ സംവിധാനത്തോടെ കഴിയും. കൂടാതെ ഏത് സമയത്തും ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ പണം കൈമാറാം. QR കോഡ്, മൊബൈൽ ഫോൺ നമ്പർ, അക്കൗണ്ട് നമ്പർ എന്നിവ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്താം. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് പരിചയമുള്ളതുകൊണ്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. നമുക്ക് ഈ പേയ്മെൻറ്റ് അടയ്ക്കാൻ വേണ്ടി നമ്മൾ കടകളിൽ പോകുമ്പോൾ QR കോഡ് ജസ്റ്റ് സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാന്നുള്ളൊരു സംവിധാനമാണ്. ഇനി ആരെങ്കിലും ഫോൺ നമ്പർ അറിയുന്നെങ്കിൽ ഫോൺ നമ്പർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൈമാറ്റം ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ല, ഇപ്പോൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും, അസുഖങ്ങൾ ബാധിച്ച ആൾക്കാരൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ഇൻസ്റ്റൻ്റായിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാറുണ്ട്. അടുത്തതായിട്ട് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡുമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് സാധനങ്ങളാണ്. കൂടുതലായിട്ട് നമ്മൾ ഡെബിറ്റ് കാർഡാണ് യൂസ് ചെയ്യാറ്. ഒരുപാട് ഫിക്സഡ് സാലറി ഉള്ള നമുക്കൊരു പെർമനൻ്റ് ആയിട്ട് സാലറി കിട്ടുന്ന ആളുകളാണെങ്കിൽ അവർ ക്രെഡിറ്റ് കാർഡും യൂസ് ചെയ്യാറുണ്ട്. പണമിടപാടുകൾ നടത്താൻ വേണ്ടി ബാങ്കുകൾ ഇടപാടുകാർക്ക് നൽകുന്ന കാർഡുകളാണ് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? പണം കൈവശം കരുതണ്ട എന്നതാണ് ഇതിലൂടെ ഇടപാടുകാർക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട സൗകര്യം എന്ന് പറയുന്നത്. അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ഉപയോഗിക്കാൻ കഴിയൂ, ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാൻ കഴിയൂ. നമ്മുടെ അക്കൗണ്ടിൽ 1000 രൂപ ഉണ്ടെങ്കിൽ ആ 1000 രൂപ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഡെബിറ്റ് കാർഡിലൂടെ ചിലവഴിക്കാൻ കഴിയൂ. അങ്ങനെ ചിലവഴിക്കണമെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ എന്ത് വേണം, പൈസ ഓൾറെഡി കാണണം. അക്കൗണ്ടിൽ പണം ഇല്ലെങ്കിലും ഇടപാടുകൾ നടത്താൻ സഹായിക്കുന്ന കാർഡാണ് ക്രെഡിറ്റ് കാർഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരുപാട് ക്യാൻവാസിംഗ് ഒക്കെ ക്രെഡിറ്റ് കാർഡിൻ്റെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മുൻകൂട്ടി നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിലും നമുക്കൊരു ഫിക്സഡ് സാലറി ഒക്കെ ഉണ്ടെങ്കിൽ അത് മുൻകൂറായിട്ട് നമുക്കൊരു ഈടായിട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ തന്നെ നമുക്ക് പൈസ ചിലവഴിക്കാൻ പറ്റും. എന്നിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് സാലറി കയറുമ്പോൾ അത് എന്ത് ചെയ്യും, ഡെബിറ്റായിട്ട് കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. ക്രെഡിറ്റ് കാർഡ് ഉടമകൾക്ക് നിശ്ചിത ദിവസത്തേക്ക് ബാങ്കുകൾ പണം കടമായാണ് നൽകുന്നത്. സമയപരിധിക്കുള്ളിൽ പണം തിരികെ അടച്ചില്ലെങ്കിൽ ബാങ്കുകൾ പലിശ ഈടാക്കുന്നതാണ്. ഇപ്പോൾ ഇതുവഴി എന്താണ്, ബാങ്ക് റിസ്ക് ചെയ്യുന്നത്. പക്ഷേ ബാങ്ക് എന്ത് ചെയ്യണം, ഒരു ഓൾറെഡി ഫിക്സഡ് സാലറി കിട്ടുന്ന ഒരു ഉറപ്പൊക്കെ ഉള്ള ആളുകളുടെ കയ്യിൽ നിന്നാണ് എന്ത് ചെയ്യാറ്, ഇത്തരത്തിലുള്ള പൈസ കൊടുക്കാറ്. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചില പ്രധാനപ്പെട്ട സവിശേഷതകൾ SCRT ടെക്സ്റ്റ് ബുക്കുകൾ എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓരോ രാജ്യത്തും അതത് രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്കുകളായിരിക്കും അവിടെ പ്രചാരത്തിലുള്ള പണത്തിൻ്റെ അന്തിമ അധികാരി. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, അഥവാ RBI. റിസർവ് ബാങ്കിൻ്റെ തലവൻ റിസർവ് ബാങ്ക് ഗവർണറാണ്. ബേസിക്കായിട്ട് 2 ഫാക്റ്റുകളാണ്. എല്ലാ രാജ്യങ്ങളിലും എന്തുണ്ടാവും, അവരവരുടെ ഒരു കേന്ദ്ര ബാങ്ക് ഉണ്ടാവും. അങ്ങനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് RBI. RBI എന്ന് പറയുമ്പോൾ റിസർവ് ബാങ്കിൻ്റെ തലവൻ ആരാണ്, ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഗവർണർ ആയിരിക്കും. നമ്മൾ മുകളിൽ കാണിച്ചിരിക്കുന്ന ചിഹ്നമാണ് എന്ത്, RBIയുടെ ചിഹ്നം എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പനയും ഒരു കടുവേനൊക്കെ നമുക്ക് കാണാൻ പറ്റും. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1935 ഏപ്രിൽ 1 കൊൽക്കത്തയിൽ സ്ഥാപിതമായ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം 1937 മുംബൈയിലേക്ക് മാറ്റി.
1949 RBI ദേശസാൽക്കരിക്കപ്പെട്ടു. പ്രധാനമായിട്ട് നമുക്കിവിടെ 1, 2, 3, 4 വർഷങ്ങൾ, 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ RBIയെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഡേറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SCERT തന്നെ ഡേറ്റുകൾ തരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ റെലവൻസ് കൂടുതലാകും. അപ്പോൾ കൂടുതലായിട്ട് ഈ ഡേറ്റ് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. 1934 എന്ത് വന്നു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം എന്താണ് ആദ്യം പഠിക്കേണ്ടത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് വന്നു എന്നുള്ള ഫാക്ട് തന്നെയാണ് 1934. 1935 ഏപ്രിൽ 1 കൊൽക്കത്തയിൽ സ്ഥാപിതമായ റിസർവ് ബാങ്ക് 1935 ഏപ്രിൽ 1 കൊൽക്കത്തയിൽ സ്ഥാപിതമായി എന്നാണ്. എവിടെയാണ്? കൊൽക്കത്തയിൽ സ്ഥാപിതമായി. കൊൽക്കത്തയിലാണ് ആദ്യമായിട്ട് എവിടെ ഉണ്ടായിരുന്നത്? ഈ റിസർവ് ബാങ്ക് സ്ഥാപിതമായിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 34 ആക്ട് വന്നു. 35 ഏപ്രിൽ 1 കൊൽക്കത്തയിൽ എന്ത് വന്നു? സ്ഥാപിതമായി. ഏത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി. എവിടെ സ്ഥാപിതമായി? കൊൽക്കത്തയിൽ സ്ഥാപിതമായി. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം പിന്നീട് 1937 മുംബൈയിലേക്ക് മാറ്റി. 1937 ഏത്? 2 വർഷങ്ങൾക്ക് ശേഷമാണ് മുംബൈയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് ഇത് വരുന്നത്. അതിന് വർഷങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്തത്? 34 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവരുന്നത്. ഈ ആക്ട് പ്രകാരം 35 ഏപ്രിൽ 1 എവിടെ സ്ഥാപിതമായി? കൊൽക്കത്തയിൽ സ്ഥാപിതമായി. ഈ കൊൽക്കത്തയിൽ സ്ഥാപിതമായതിനു ശേഷം 1937 മുംബൈയിലേക്ക് ആസ്ഥാനം മാറ്റി. നിലവിലെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. 1949 RBI ദേശസാൽക്കരിക്കപ്പെട്ടു. അതുവരെ ആരായിരുന്നു? അതൊരു പ്രൈവറ്റ് ഓൺഡ് കമ്പനി എന്നുള്ള രീതിയിലായിരുന്നു എന്തുണ്ടായിരുന്നത്? RBI പ്രവർത്തിച്ചിരുന്നത്. അതിൽ നിന്നും ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു. ഇതിനെ 1949 RBI ദേശസാൽക്കരിച്ച് ഒരു ഗവൺമെൻറ് പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ട് എന്ത് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ 1934 ആക്ട്, 35 എന്ത് വന്നു? ഏപ്രിൽ 1 റിസർവ് ബാങ്ക് കൊൽക്കത്തയിൽ സ്ഥാപിതമായി. 37 ആസ്ഥാനം മുംബൈയിലോട്ട് മാറ്റി. 49 ദേശസാൽക്കരിക്കപ്പെട്ടു. ഡേറ്റുകൾ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഈ റിസർവ് ബാങ്ക് ചെയ്യുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്താണ് റിസർവ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ? ഒന്നാമത്തെ ധർമ്മമാണ് കറൻസി പുറത്തിറക്കുന്നു. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നാണയങ്ങളും 1 രൂപ നോട്ടും ഒഴികെയുള്ള എല്ലാ കറൻസികളും പുറത്തിറക്കാൻ അധികാരമുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. നാണയങ്ങൾ, 1 രൂപ നോട്ട് എന്നിവ പുറത്തിറക്കുന്നത് ഭാരത സർക്കാരിൻ്റെ ധനകാര്യ മന്ത്രാലയമാണ്. ഇന്ത്യ ആദ്യമായിട്ട് മിൻറ്റ് ചെയ്തത് എന്താണ്? ഈ 1 രൂപ നോട്ടാണ്. ഈ 1 രൂപ നോട്ടാണ് ആദ്യമായിട്ട് പുറത്തിറക്കിയത്. അപ്പോൾ ഈ 1 രൂപ നോട്ടും നാണയങ്ങളും പുറത്തിറക്കുന്ന ആരാണ്? അത് ഭാരത സർക്കാരിൻ്റെ ഫിനാൻസ് മിനിസ്ട്രി അഥവാ ധനകാര്യ മന്ത്രാലയമാണ്. ധനകാര്യ മന്ത്രാലയമാണ് നാണയങ്ങളും 1 രൂപ നോട്ടും പുറത്തിറക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള കറൻസികൾ മുഴുവൻ പുറത്തിറക്കുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഈ റിസർവ് ബാങ്ക് ബാക്കിയുള്ള നോട്ടുകളെല്ലാം പ്രിൻറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. കറൻസികൾ രൂപകൽപ്പന ചെയ്യുക, സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടുത്തുക, അച്ചടിച്ച് വിതരണം ചെയ്യുക എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ കറൻസികളുടെ ഡിസൈൻ നമുക്കറിയാം. ആദ്യത്തെ ഒരു ഡിസൈനിൽ നിന്ന് ഇപ്പോൾ മാറ്റി ഗാന്ധിയൻ സീരീസ് വന്നു. ഗാന്ധിയൻ സീരീസിൽ നിന്ന് പിന്നീട് മാറ്റങ്ങൾ വന്നു. പിന്നീട് നോട്ട് നിരോധനം വന്നു. പുതിയ നോട്ട് ഡിസൈൻ ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. സോ അത് അങ്ങനത്തെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ആലോചിക്കുക. കറൻസികളുടെ രൂപങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്ന ആരാണ്? അത് RBI ആണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടുത്തുക, അച്ചടിച്ച് വിതരണം ചെയ്യുക എന്നീ ധർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഭാരത സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള നാസിക് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ദേവാസ് മധ്യപ്രദേശിലാണ്. എന്നിവിടങ്ങളിലെ പ്രസ്സുകളിലും ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡ് മൈസൂർ, സാൽബണി എന്നിവിടങ്ങളിലുള്ള പ്രസ്സുകളിലുമാണ് കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നത്. അപ്പോൾ 4 പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്. അതിൽ 2 ഭാരത സർക്കാരിൻ്റെ ഉടമസ്ഥതയിലാണ്, 2 ഭാരതീയ റിസർവ് ബാങ്ക് അഥവാ RBIയുടെ ഉടമസ്ഥതയിലുമാണ്. ഈ 4 സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും ഇത് പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സ്ഥലങ്ങൾ ഒന്നുകൂടി നോക്കുക. ഒന്ന്, ഭാരത സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള 2 പ്രദേശങ്ങളാണ് നാസിക്കും ദേവാസും. നാസിക്കും ദേവാസുകളിൽ പ്രസ് ഉണ്ട്. നാസിക് പ്രസ്സും ദേവാസ് പ്രസ്സും ഉണ്ട്. നാസിക് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ദേവാസ് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അടുത്തടുത്ത് കിടക്കുന്ന 2 സ്റ്റേറ്റുകളാണിത്. ഈ 2 സ്റ്റേറ്റുകളിലെ 2 സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? നാസിക്കും ദേവാസും. ഇത് നാസിക്കും ദേവാസും ആരുടെ ഉടമസ്ഥതയിലാണ്? ഇത് ഭാരത സർക്കാരിൻ്റെ ഉടമസ്ഥതയിലാണ്. അവിടെ വെച്ചിട്ടാണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇത് കൂടാതെ നമ്മൾ ഓൾറെഡി പറഞ്ഞ നാസിക്കും ദേവാസ് പ്രസ്സുകളിലും ഇത് കൂടാതെ എവിടെ? ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള 2 സ്ഥലങ്ങൾ എവിടേക്കാണ്? ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡ്, ഏത്? BRBNML. BRBNML എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡ്. പേര് തന്നെ അതാണ്, നോട്ട് മുദ്രൺ ലിമിറ്റഡ്. കൂടാതെ അതിൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ നോട്ട് മുദ്രൺ ലിമിറ്റഡ് എവിടെയൊക്കെ ഉണ്ട് എന്നാണ്. 2 സ്ഥലങ്ങളിലാണ് ഉള്ളത്. മൈസൂരിലും സാൽബണിയിലും. കർണാടകയിലാണ് മൈസൂരുള്ളത്, പശ്ചിമ ബംഗാളിലാണ് സാൽബണി ഉള്ളത്. അപ്പം മൈസൂരിലും സാൽബണിയിലും ഉള്ള പ്രസ്സുകളിലാണ് കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ നോട്ടുകൾ അച്ചടിക്കുന്നത് പ്രധാനമായിട്ട് 4 സ്ഥലങ്ങളിലാണ്. 2 ആരുടെ കൺട്രോളിലാണ്? ഭാരത സർക്കാരിൻ്റെ കൈവശത്തിലാണുള്ളത്. 2 നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ കയ്യിലാണുള്ളത്.
അപ്പോൾ രണ്ടെണ്ണം ഭാരത സർക്കാരിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഏതൊക്കെയാണ്? നാസിക്കും ദേവാസും. നാസിക് എവിടെയാണ്? നമ്മുടെ മഹാരാഷ്ട്രയിലും ദേവാസ് മധ്യപ്രദേശിലുമാണ്. ഇവിടെ രണ്ടുമുള്ള പ്രസ്സുകളിലും അച്ചടിക്കുന്നു. കൂടാതെ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡ് ഏതാണ്? BRBNML ഇതിൻ്റെ ഉടമസ്ഥതയിലുള്ള 2 പ്രസ്സുകളുണ്ട്. അതെവിടെയാണ്? ഒന്ന് നമ്മുടെ കർണാടകയിലുള്ള മൈസൂരിലും കൂടാതെ പശ്ചിമ ബംഗാളിലുള്ള സാൽബണിയിലുമാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ നാസിക്, ദേവാസ്, മൈസൂര്, സാൽബണി ഈ 4 സ്ഥലങ്ങളിലാണ് നമ്മുടെ നോട്ടുകൾ പ്രിൻ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നാണയങ്ങൾ നിർമ്മിക്കുന്നത് ഭാരത സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, നോയിഡ എന്നിവിടങ്ങളിലുള്ള മിൻറ്റുകളിലാണ്. ഒരിക്കൽ പ്രചാരത്തിലുള്ള കറൻസികൾ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമല്ലാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പിൻവലിക്കും. ഇത് വിനിമയ നിരോധനം എന്ന് അറിയപ്പെടുന്നു. അപ്പം പ്രധാനമായിട്ടും മനസ്സിലാക്കുക, നോട്ടുകളുടെ അച്ചടി നമ്മൾ ഓൾറെഡി പഠിച്ചു. കൂടാതെ നാണയങ്ങൾ നിർമ്മിക്കുന്നത് ആരാണ്? അതിന് റിസർവ് ബാങ്കിന് പങ്കുണ്ടോ? ഇല്ല. നാണയങ്ങൾ നിർമ്മിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്ട്രിയാണ്. അത് മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, നോയിഡ എന്നിവിടങ്ങളിലുള്ള മിൻറ്റുകളിലാണ്. പ്രസ്സുകളല്ല, ഇവിടങ്ങളിലുള്ള മിൻറ്റുകൾ. എവിടെയാണ് മിൻറ്റുകളുള്ളത്? നമ്മുടെ മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, നോയിഡ. മുംബൈ, ഹൈദരാബാദ് എവിടേക്കാണ്? മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, നോയിഡ എന്നിവിടങ്ങളിലുള്ള 4 പ്രസ്സുകളിൽ 4 മിൻറ്റുകളിലാണ് പ്രധാനമായിട്ടും നാണയങ്ങൾ നിർമ്മിക്കുന്നത്. ഇത് കൂടാതെ ഡീമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് ആരുടെ അടിയിൽ വരും? ഈ പറയുന്നത് തീരുമാനങ്ങൾ എടുക്കുന്ന അതോറിറ്റി എന്നല്ല, ഇത് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഡീമോണിറ്റൈസേഷൻ നടപ്പിലാക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് പിൻവലിക്കുന്നത്. നോട്ടുകൾ അച്ചടിക്കുന്ന പോലെ നോട്ടുകൾ പിൻവലിക്കുന്നത്, പണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആരാണ്? നമ്മുടെ RBI ആണ്. അപ്പോൾ വിനിമയ നിരോധനം RBI നടപ്പിലാക്കുന്നു. ഡീമോണിറ്റൈസേഷൻ നടപ്പിലാക്കുന്നത് RBI ആണ്. ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു. ബാങ്കേഴ്സ് ബാങ്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ബാങ്കേഴ്സ് ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധികളിൽ ബാങ്കുകൾക്ക് അടിയന്തര വായ്പകൾ നൽകുക, ബാങ്കുകളുടെ അധിക ധനശേഖരം സൂക്ഷിക്കുക, ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾ തീർക്കുന്നതിന് സഹായിക്കുക എന്നിവയെല്ലാം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. പ്രധാനമായിട്ട് ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. ബാങ്കേഴ്സ് ബാങ്ക് എന്നൊക്കെ നമ്മൾ പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളുടെ ബാങ്കായിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു? സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ബാങ്കുകൾക്ക് അടിയന്തര വായ്പ കൊടുക്കാം. അപ്പോൾ ബാങ്കുകൾ പ്രതിസന്ധിയിലാവുന്നു. അപ്പോൾ ബാങ്ക് റൺ എന്ന് കേട്ടിട്ടുണ്ടോ? ബാങ്ക് റൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് ആളുകൾ ഇപ്പോൾ നമ്മൾ സിനിമ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ലേലം വാഴുന്നവർ അങ്ങനെ ഏതൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ വിളിച്ച് പറയുകയാണ് ഈ ഒരു കമ്പനി പൊട്ടി എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ബാങ്കിങ് ഫിനാൻഷ്യൽ സ്ഥാപനമായിരിക്കാം. പൊട്ടി എന്ന് പറയുമ്പോൾ ആളുകൾ പെട്ടെന്ന് എന്ത് ചെയ്യും? അവരുടെ ഡിപ്പോസിറ്റ് എല്ലാം പിൻവലിക്കാനായിട്ട് ആവശ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? കമ്പനി പൊട്ടും. അപ്പോൾ അങ്ങനെ പൊട്ടിക്കഴിയുമ്പോൾ എന്ത് പറ്റും? ആ ബാങ്ക് റൺ സംഭവിച്ചതിന് ശേഷം ബാങ്ക് തകരുന്ന ഒരു അവസ്ഥ, ഒരു ഫിനാൻഷ്യൽ അവരുടെ സിസ്റ്റം മുഴുവനായിട്ട് തകരുകയാണ്. അത്തരത്തിലുള്ള സിസ്റ്റം അനുവദിക്കാതെ എന്ത് ചെയ്യും? അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ടൈറ്റ് വരുന്ന സമയത്ത് കുറച്ച് വായ്പ കൊടുത്ത് റിസർവ് ബാങ്ക് അവരെ സഹായിക്കും. ബാങ്കുകളുടെ അധിക ധനശേഖരം സൂക്ഷിക്കുക. ബാങ്കുകളുടെ കയ്യിലുള്ള അധിക ധനശേഖരം എന്ത് ചെയ്യുന്നു? ഈ ഒരു മാർക്കറ്റിലേക്ക് ഇടയ്ക്ക് വിടേണ്ട എന്ന് തോന്നുന്ന ഇൻഫ്ലേഷനൊക്കെ കാരണമാകുന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇത് വേണമെങ്കിൽ കയ്യിലെടുത്ത് സൂക്ഷിക്കാം. ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾ തീർക്കുന്നതിന് സഹായിക്കുകയും ചെയ്യാം. ഇതെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മങ്ങളാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ബാങ്കിങ് സെക്ടറിൻ്റെ റെഗുലേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ആരാണ്? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അവർക്ക് പൈസ കൊടുക്കുക, എക്സസ് മണി അവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് സഖ്യതെടുക്കുക, കൂടാതെ അധിക ധനശേഖരം സൂക്ഷിക്കുന്നത് കൂടാതെ ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴോ ഇടപാടുകളൊക്കെ നടക്കുന്ന സമയത്ത് ഇതുമായിട്ട് ഒരു ഇടപാടുകാരനായിട്ട് എന്ത് ചെയ്യാം? മധ്യസ്ഥനായിട്ട് നിൽക്കുക എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ RBI ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഫംഗ്ഷനാണ് പണത്തിൻ്റെ അളവും വാങ്ങൽ ശേഷിയും നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പണത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും അതിനു പകരമായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ സമ്പദ്ഘടനയിൽ കുറഞ്ഞ സാധനങ്ങളും സേവനങ്ങളും കൂടുതൽ പണമെന്നവ സംജാതമാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ഇൻഫ്ലേഷനാണ്. പണത്തിൻ്റെ അളവ് വർദ്ധിക്കുകയാണ്. അതായത് മാർക്കറ്റിൽ ആവശ്യത്തിലധികം പണം വന്ന് ഇൻഫ്ലേഷൻ ഉണ്ടാകും. അപ്പോൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം വർദ്ധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ 100 മാങ്ങ ഉണ്ട്. 100 മാങ്ങയ്ക്ക് 200 രൂപയായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് 300 രൂപയായി, 400 രൂപയായിട്ട് മാറി. പണം കൂടുന്നുണ്ട്, എന്നാൽ ഉൽപ്പാദനം വർദ്ധിക്കുന്നില്ല. ഉൽപ്പാദനം ഈ 400 മാങ്ങ 500 മാങ്ങയായിട്ട് കൂടുന്നുമില്ല. അങ്ങനെ വരുന്നൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്ത് പറ്റും? കുറഞ്ഞ സാധനങ്ങളും സേവനങ്ങളും കൂടുതൽ പണത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് ഇൻഫ്ലേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനാണ്. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? RBI ആണ്. ഈ ഒരു സിറ്റുവേഷൻ വരാതെ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? RBI ആണ്. ഇത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർധനവിന് കാരണമാകുന്നു. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതു വില നിലവാരം വർദ്ധിക്കുന്നത് പണപ്പെരുപ്പം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് RBIയുടെ ഒരു മേജർ ഫംഗ്ഷനാണ്. ഇന്ത്യയിൽ പണപ്പെരുപ്പം കണക്കാക്കുന്നത് ആരാണ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിച്ച് ഇവരാണ്. ആരാണ്? നമ്മുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷന് കീഴിലുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് എന്ത് കണക്കാക്കുന്നത്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അഥവാ CPI കണക്കാക്കുന്നത്. അതെന്തിനു സഹായിക്കുന്നു? ഇന്ത്യയിലെ പണപ്പെരുപ്പം കണക്കാക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ പണപ്പെരുപ്പം കണക്കാക്കുന്നത് എങ്ങനെയാണ്? CPI ഉപയോഗിച്ചാണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അഥവാ ഉപഭോക്തൃ വില സൂചിക ഉപയോഗിച്ച് കണക്കാക്കുന്നു. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ MOSPI ഇവരുടെ അടിയിലുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ്
സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഇത് ഫുൾ ഫോം ചോദിക്കാം. ഓർഗനൈസേഷൻ ഒന്നും ഓർത്തിരിക്കരുത്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്, NSO ആണ് തയ്യാറാക്കുന്നത്. MOSPയുടെ അടിയിലാണ് ഇത് വരുന്നത്. CPA വെച്ചിട്ടാണ് കണക്കാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. എന്തുമായിട്ട് ബന്ധപ്പെട്ട്? നമ്മുടെ പണപ്പെരുപ്പമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ബാങ്കുകൾ അനിയന്ത്രിതമായി വായ്പകൾ നൽകുന്നത് സമ്പദ് വ്യവസ്ഥയിലെ പണപ്രദാനം വർദ്ധിക്കുന്നതിനും പണപ്പെരുപ്പത്തിനും കാരണമാകുന്നു. ഇത് നിയന്ത്രിക്കേണ്ടതാണ്. അപ്പോൾ ബാങ്കുകൾ ഒരുപാട് ലോൺസ് കൊടുക്കാൻ തുടങ്ങിയ എന്ത് പറ്റും? എല്ലാ ആളുകളും ലോണുകൾ വാങ്ങിച്ചു കൂട്ടും, അവരുടെ കയ്യിലൊക്കെ പൈസ വരും. ഈ പൈസകളൊക്കെ മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് ഫ്ലഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പൈസ ഒരുപാട് പുറത്തേക്ക് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? സാധനങ്ങളുടെ വിലയ്ക്ക് മൂല്യമില്ലാതെയാവും. പെട്ടെന്ന് എന്ത് ചെയ്യും? പണപ്പെരുപ്പം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും. ഇത് നിയന്ത്രിക്കുന്ന ആരാണ്? നമ്മുടെ RBI ആണ്. വായ്പകൾ നിയന്ത്രിക്കുന്നതിന് RBI അളവുപരമായ ഉപാധികൾ, ഗുണപരമായ ഉപാധികൾ എന്നിവ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിന് പല വേർഷൻസ് ഉണ്ട് ഇത് ഉപയോഗിക്കാനായിട്ട്. അളവുപരമായിട്ട് ക്വാണ്ടിറ്റേറ്റീവായിട്ടും ക്വാണ്ടിറ്റേറ്റീവായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അളക്കാൻ കഴിയുന്നവയാണ്. ഗുണപരം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാളിറ്റേറ്റീവ് ആണ്. അതായത് മോറൽ സുവേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഈ മാർക്കറ്റിലുള്ള മണീനെ RBI കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ വായ്പാ നിയന്ത്രണ ഉപാധികൾ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തിലൊക്കെ പെടുന്നു എന്ന് നമുക്ക് നോക്കാം. അളവുപരമായ ഉപാധികൾ, അതായത് നമുക്ക് അളക്കാൻ കഴിയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അളവുപരമായിട്ടുള്ള ഉപാധികൾ എന്ന് പറയുന്നത് ബാങ്ക് നിരക്കുകളിൽ മാറ്റം വരുത്താം, റിസർവ് ബാങ്ക് നിരക്കുകളിൽ മാറ്റം വരുത്താം, പരസ്യ വിപണി പ്രവർത്തനങ്ങൾ നടത്താം. അപ്പോൾ ബാങ്ക് നിരക്കുകളിൽ മാറ്റം വരുത്താം, റിസർവ് നിരക്കുകളിലും മാറ്റം വരുത്താം, പരസ്യ വിപണി പ്രവർത്തനങ്ങൾ നടത്താം. ഇതെന്തൊക്കെയാണ് നമുക്ക് ഒന്നും കൂടെ കോറായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഗുണപരമായിട്ടെന്ന് പറയുമ്പോൾ മാർജിനൽ ആവശ്യകത, ധാർമ്മിക പ്രേരണ, ഇത് എന്താണ്? ഗുണപരമാണ്. അതായത് ഇത്ര റേറ്റിൽ സൂക്ഷിക്കണമെന്നൊന്നും പറയുന്നില്ല. ആ ഒരു കൺട്രോൾ ലിമിറ്റിൽ വെക്കാനായിട്ട് RBI കുറച്ച് ഗൈഡൻസ് കൊടുക്കുകയാണ് ഗുണപരമായിട്ടുള്ള ഉപാധികളിലൂടെ നടക്കുന്നത്. ഇപ്പോൾ മാർജിൻ ആവശ്യകത, ഇത്ര കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഒരു മാർജിനായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ആവറേജ് ഇതിലങ്ങ് പറയുന്നു. ധാർമ്മിക പ്രേരണ വഴിയൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? ഫിക്സഡ് ആയിട്ട് ഇതിൻ്റെ വാല്യൂ ഇത്ര ശതമാനത്തിൽ കൂടുതൽ കൊടുക്കണമെന്നൊന്നും പറയില്ല, അവരെ പ്രേരിപ്പിക്കുകയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഗുണപരമായിട്ടുള്ള ഉപാധികളിലൂടെ. ഇപ്പോൾ റിപ്പോ നിരക്ക്, റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നിവയാണ് പ്രധാനപ്പെട്ട ബാങ്ക് നിരക്കുകൾ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അളവുപരമായിട്ട് ഉപാധികളിൽ ബാങ്ക് നിരക്കുകളുള്ള മാറ്റം പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് റിപ്പോയും റിവേഴ്സ് റിപ്പോയും. റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക്. അതായത് RBI ബാങ്കുകൾക്കും ബാങ്കുകൾ RBIക്കും പണം കൊടുക്കും. സിറ്റുവേഷൻ എന്തിനാണ്? ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് മാർക്കറ്റിലുള്ള പൈസ ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ വരുമ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾ എന്ത് ചെയ്യുന്നത്? RBI ഉപയോഗിക്കുന്നത്. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുക, കുറയ്ക്കുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കാണ്. അതായത് RBIയുടെ കയ്യിൽ നിന്നും എന്തിനു ആവശ്യം വരുന്നു? പണത്തിന് ആർക്ക് ആവശ്യം വരുന്നു? ബാങ്കുകൾക്ക് ആവശ്യം വരുന്നു. അല്ലെങ്കിൽ ഡീഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ പണം കൂടുതൽ കൊടുക്കണമെന്ന് തോന്നി ബാങ്കുകൾക്ക് ആര് കൊടുക്കുകയാണ്? RBI കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ RBI ആർക്ക് പൈസ കൊടുക്കുന്നു? ബാങ്കുകൾക്ക് പൈസ കൊടുക്കുമ്പോൾ അതിനൊരു പലിശ ഉണ്ടാകും. ആ പലിശയാണ് നമ്മളെന്ന് പറയുക? റിപ്പോ നിരക്കെന്ന് പറയാം. അതായത് റീപർച്ചേസിംഗ് റേറ്റ് എന്നാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന് കൊടുക്കുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ നിരക്ക്. ചില സമയത്ത് മാർക്കറ്റിൽ ഓവറായിട്ട് പൈസ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? RBI ബാങ്കുകളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങും. അപ്പോൾ എന്ത് ചെയ്യും? ആ മാർക്കറ്റിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന പൈസയുടെ എമൗണ്ട് കുറയും. എന്നാൽ അതിനൊരു റേറ്റ് ആർക്ക് കൊടുക്കുന്നുണ്ട്? ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാങ്കുകൾക്ക് RBI കൊടുക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കണ്ടീഷനാണ്. ഡീഫ്ലേഷനും ഇൻഫ്ലേഷൻ സിറ്റുവേഷൻ വരാം. പൈസ മാർക്കറ്റ് അധികം ഇല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? RBI ബാങ്കുകൾക്ക് പൈസ കൊടുത്തിട്ട് അതൊരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ആ പൈസ എന്ത് ചെയ്യും? മാർക്കറ്റ് കുറച്ചുകൂടെ ലോണായിട്ട് കൊടുക്കാനായിട്ട് ആ ബാങ്കുകളുടെ കയ്യിൽ കുറച്ച് കൂടുതൽ പണം കിട്ടും. എന്നാൽ റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാൽ ബാങ്കുകളുടെ കയ്യിൽ ഓൾറെഡി പൈസ കൂടുതലാണ്. അപ്പോൾ ആ പൈസ എന്ത് ചെയ്യണം? നാട്ടുകാരിലേക്ക് എത്തി തുടങ്ങി ഇൻഫ്ലേഷൻ കൂടുതലാവാൻ തുടങ്ങും. അതിന് പകരം RBI ആ പൈസ കയ്യിലോട്ട് വയ്ക്കും. അതിനാണ് നമ്മൾ റിവേഴ്സ് റിപ്പോ എന്ന് പറയുക. ആ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഈടാക്കുന്ന ഒരു പലിശ കൊടുക്കുന്നുണ്ട്. ആ പലിശയാണ് നമ്മൾ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ CRR, കരുതൽ ധന അനുപാതം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഈ കരുതൽ ധന അനുപാതത്തിന് മുന്നേ ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റിൽ ഔട്ട്റൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കാര്യം ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ റിവേഴ്സ് റിപ്പോയുടെ കാര്യം പറഞ്ഞു. ഈ രണ്ട് സിറ്റുവേഷൻസിലും നമ്മൾ ഒരു ഈഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു സെക്യൂരിറ്റി കൊടുക്കണം. സെക്യൂരിറ്റി വെച്ചിട്ടാണ് റിപ്പോയും റിവേഴ്സ് റിപ്പോയും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ് നമ്മൾ മിക്കവാറും സമയത്ത് കൊടുക്കുക. ട്രസ്റ്റഡ് സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, T-ബില്ല് പോലത്തെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ് കൊടുക്കുക. അപ്പോൾ ഇത് എന്ത് ചെയ്യാം? അത് ബാങ്കുകളുടെ കയ്യിലും RBIയുടെ കയ്യിലും കുറച്ചുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യാം? ഈ ബാങ്കുകളുടെ കയ്യിലുള്ള ഈ ബോണ്ടുകൾ വാങ്ങിച്ചിട്ടാണ് എന്ത് ചെയ്യുക? RBI പൈസ കൊടുക്കുന്നത്. റീപർച്ചേസ് ചെയ്തോളാം എന്നുള്ള എഗ്രിമെൻറ്റിൻ്റെ പുറത്ത്. റിവേഴ്സ് റിപ്പോ ആണെങ്കിൽ നേരെ തിരിച്ചിട്ട് ഇവരുടെ കയ്യിൽ പൈസ ഉണ്ടാവും. ബാങ്കുകൾ RBIയുടെ കയ്യിലേക്ക് പൈസ കൊടുക്കുമ്പോൾ RBIയുടെ കയ്യിൽ നിന്നും RBI എന്ത് കൊടുക്കുന്നു? ബോണ്ടുകൾ കൊടുക്കുന്നു. അപ്പോൾ അതിനൊരു റീപർച്ചേസ് ചെയ്തോളാം എന്നുള്ള എഗ്രിമെൻറ്റ് അവിടെയും ഉണ്ടാകും. അതിന് പകരം എന്ത് ചെയ്യുന്നു? ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു.
ഇനി ഇൻ കേസ് എന്ത് സംഭവിക്കും, ഈ പറയുന്ന ഗവൺമെൻറ് സെക്യൂരിറ്റീസ് തീർന്നു പോയാലോ? ഈ തീർന്നു പോകുന്ന കണ്ടീഷൻസിന് വേണ്ടിയിട്ട് വീണ്ടും ആഡ് ചെയ്തു. പണ്ടൊക്കെ ഈ ഒരു ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത് തീർന്നു പോവാം. ഇത് തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, പിന്നെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പല പല റേറ്റുകൾ കണ്ടുപിടിക്കേണ്ടി വന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ മാറ്റി പുതിയ 2 സ്കീമുകൾ കൊണ്ടുവന്നു. ഇതിനെ നമ്മൾ പ്രധാനമായിട്ടും MSF എന്നും അതുപോലെ തന്നെ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ റിപ്പോയിലും റിവേഴ്സ് റിപ്പോയിലും ഈ പറയുന്ന ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ സെക്യൂരിറ്റീസ് തീർന്നു പോകുന്ന കണ്ടീഷനിൽ കൊണ്ടുവന്ന കാര്യങ്ങളാണ് MSFഉം SDF എന്ന് പറയുന്നത്. അപ്പോൾ MSF എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രധാനമായിട്ടും ഇപ്പോൾ ബാങ്കുകൾക്ക് ആവശ്യം വരികയാണ് പണത്തിന്. ഇപ്പോൾ ബാങ്കുകൾ റിപ്പോ റേറ്റ് അനുസരിച്ചിട്ട് ബാങ്കുകൾ പൈസ വാങ്ങുക ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ബാങ്കുകളുടെ കയ്യിലുള്ള ഈ പറയുന്ന സെക്യൂരിറ്റീസ് തീർന്നുപോയി. അപ്പോൾ എന്ത് പറ്റി, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞ ഒരു ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തുകൊണ്ട് ഓവർനൈറ്റ് ട്രാൻസാക്ഷനിലൂടെ കുറച്ച് പണം ഇവർക്ക് വാങ്ങാം. ഇവരുടെ കയ്യിലുള്ള പണം തീർന്നു പോയെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാം, അപ്പോൾ ഈ പറയുന്ന റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ നിന്നും കുറച്ച് പണം കൂടി വാങ്ങുന്നു. എന്ത്, MSF എന്ന് പറഞ്ഞാൽ റിപ്പോയേക്കാളും കൂടുതലായിരിക്കും, കാരണം സെക്യൂരിറ്റി ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ കൂടുതൽ റേറ്റിന് വാങ്ങുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ MSF. അപ്പോൾ MSFനെ ഗവൺമെൻറ് അധികം പ്രൊമോട്ട് ചെയ്യാറില്ല, ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, ഇത്ര ഇത് പാടുള്ളൂ എന്ന്. കാരണം എന്താണ്, ഇതൊരു ട്രെൻഡിങ് ആയിട്ട് എപ്പോഴും വാങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഈ പറയുന്ന റേറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റാതെ RBIക്ക് വരും. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ MSF അലോ ചെയ്യാറുണ്ട്. എന്നാൽ ഇതേപോലെ RBIയും വാങ്ങാറുണ്ട്. ഇപ്പോൾ ഇൻഫ്ലേഷൻ വളരെയധികം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ റിവേഴ്സ് റിപ്പോ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, മാർക്കറ്റിലുള്ള മണി സക്ക് ചെയ്തെടുത്ത് RBI അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. RBIയുടെ കയ്യിലും ഗവൺമെൻറ് സെക്യൂരിറ്റീസ് തീർന്നു പോകാം. അങ്ങനെ തീർന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അങ്ങനെ തീർന്നു പോകുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള SDF എന്ന് പറയുന്നത്, സ്റ്റാൻഡിംഗ് ഡിപ്പോസിറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുക, ഈ SDF ഉപയോഗിക്കുന്നത് RBI എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഓവർനൈറ്റ് ട്രാൻസാക്ഷൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, പെട്ടെന്ന് RBIയുടെ കയ്യിൽ പറഞ്ഞ ഇത് തീർന്നു പോകുന്ന കണ്ടീഷനും മാത്രമല്ല, ഇപ്പോൾ RBI ഡയറക്റ്റായിട്ട് റിവേഴ്സ് റിപ്പോയേക്കാളും ഇത് ടൂൾ ഡയറക്റ്റായിട്ട് SDF യൂസ് ചെയ്യാറുണ്ട്. യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പെട്ടെന്ന് ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് ബാങ്കുകളിൽ നിന്ന് പെട്ടെന്ന് പൈസ എടുക്കാനായിട്ട് ഈ പറഞ്ഞ ടൂൾ RBI യൂസ് ചെയ്യുന്നു. എന്തിനാണ്, പ്രധാനമായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് അൺകൺട്രോളബിൾ ആയിട്ട് പോകുന്നു. ഇപ്പോൾ ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസിലേക്ക് വെക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ടൂൾ RBI യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റീപർച്ചേസും റിപ്പോയും റിവേഴ്സ് റിപ്പോയും ഈ 2 കണ്ടീഷൻസിൽ ഓർത്തിരിക്കുക. അവിടെ എന്ത് വേണം, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വേണം. ഇത് രണ്ടും അല്ലാതെ 2 ടൂളുകൾ ആര് യൂസ് ചെയ്യുന്നുണ്ട്, RBI ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ഇനി അതിൻ്റെ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് CRR ആണ്. കരുതൽ ധന അനുപാതം, CRR, ക്യാഷ് റിസർവ് റേഷ്യോ. ബാങ്കുകൾ നിക്ഷേപമായി സ്വീകരിക്കുന്ന പണത്തിൽ നിന്നും റിസർവ് ബാങ്കിലേക്ക് കരുതൽ ധനമായി സൂക്ഷിക്കേണ്ട പണത്തിൻ്റെ അളവാണ് CRR എന്ന് പറയുന്നത്. കരുതൽ ധന അനുപാതം കുറയുമ്പോൾ വായ്പ നൽകുന്നതിന് ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും വായ്പ ലഭ്യത കൂടുകയും ചെയ്യുന്നു. അപ്പോൾ CRR എന്ന് പറയുന്നത്, ഇപ്പോൾ ബാങ്കുകൾ അവരുടെ മൊത്തം കയ്യിലുള്ള പൈസയുടെ ഒരു പോർഷൻ, ഒരു ഏരിയ എന്ത് ചെയ്യുന്നു, സ്വന്തം കയ്യിലും ഒരു പോർഷൻ ആരുടെ കയ്യിലും കൊടുക്കുന്നു, RBIയുടെ കയ്യിലും കൊടുക്കണം എന്നൊരു റൂളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരുന്നു, ഈ പറയുന്ന ബാങ്കുകൾ അവരുടെ കൈവശം സൂക്ഷിക്കുന്ന പൈസ നമ്മൾ എന്ത് പറയും, SLR എന്നും, ബാങ്കുകൾ RBI കൊടുക്കുന്ന പൈസ നമ്മൾ CRR എന്നും പറയും. അപ്പോൾ CRR അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും, പണമൂല്യമായിരിക്കും, പണത്തിലായിരിക്കും കൊടുക്കുക. അപ്പോൾ SLR എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും, നേരെ തിരിഞ്ഞ് SLRൽ ഈ പറഞ്ഞ അസറ്റ്സ് പലതും വരാം, ഗോൾഡ് പോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം വരാം. എന്നാൽ CRRൽ പണം മാത്രമേ വരൂ. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരുപാട് ക്രെഡിറ്റ്, ഇപ്പോൾ CRRൻ്റെ റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള പൈസയിൽ നിന്നും മെജോറിറ്റി ഓഫ് ദ എമൗണ്ട് CRR ആയിട്ട് മാറി എന്ത് ചെയ്യേണ്ടി വരും, RBI കൊടുക്കേണ്ടി വരും. അവരുടെ കയ്യിൽ ലെൻഡ് ചെയ്യാനുള്ള പൈസ കുറയും. എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ പോലത്തെ സിറ്റുവേഷൻ വരുമ്പോൾ തന്നെയാണ് ആളുകളുടെ കയ്യിലേക്ക് കൂടുതൽ പണം എത്തരുത് എന്ന് വിചാരിക്കുമ്പോഴാണ് CRR റേറ്റ് കൂട്ടുന്നത്. അതിനാണ് നമ്മൾ കരുതൽ ധന അനുപാതം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും വായ്പ ലഭ്യത കൂടുകയും ചെയ്യുന്നു. നേരെ തിരിയുമ്പോൾ CRR കുറയ്ക്കുമ്പോൾ എന്ത് പറ്റുന്നു, ഈ പറയുന്ന വായ്പയുടെ ലഭ്യത കൂട്ടാനായിട്ട് സഹായകമാകുന്നു. അപ്പോൾ കൂടുതൽ പണം അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ എന്ത് പറ്റുന്നു, കൂടുതൽ ലെൻഡ് ചെയ്യാൻ പറ്റുന്നു ബാങ്കുകൾക്ക്, കൂടുതൽ ലെൻഡ് ചെയ്ത ആളുകളുടെ കയ്യിൽ കൂടുതൽ പണം ഉണ്ടാകുന്നു. അപ്പോൾ ആ ഒരു റേറ്റ് പിന്നെ തിരിച്ച് കയറുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്നാൽ കരുതൽ ധനാനുപാതം വർദ്ധിപ്പിക്കുമ്പോൾ വായ്പ നൽകാൻ ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിൻ്റെ അളവ് കുറയുകയും ജനങ്ങളുടെ കൈവശമുള്ള പണത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യും. നമ്മൾ പറഞ്ഞതുപോലെ CRR കൂട്ടുമ്പോൾ ജനങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പൈസ കുറയും, CRR കുറയ്ക്കുമ്പോൾ ജനങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പൈസ കൂടുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ SLR എന്ന് പറയുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. SLR എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. പണം മാത്രമല്ല, ഗോൾഡ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും RBIയുടെ കയ്യിൽ വെക്കുന്നതിന് പകരം സ്വന്തം കയ്യിൽ നിന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, MSF എന്ന് പറഞ്ഞു, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യാം, RBI അല്ല, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റിൽ എന്ന് പറയുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് RBI പണം കൊടുത്ത് സഹായിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ആദ്യം MSF പോലുള്ള ഓവർനൈറ്റ് ട്രാൻസാക്ഷൻസിൽ പണം തികയാതെ വരുമ്പോൾ പണം എടുക്കുന്നത് RBI അലോ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പണം എടുക്കുന്നത് എവിടെ നിന്നാണ്, SLRൽ നിന്നുമാണ് ഈ പണം എടുക്കുന്നത് എന്നുള്ളൊരു ഫാക്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ SLRൽ നിന്നും എന്താണ്, ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് പൈസ ഗോൾഡൊക്കെ ആയിട്ട് ഇവരുടെ റിസർവ് ആയിട്ട് ഇവരുടെ കയ്യിൽ വെക്കുകയാണ്. അത് എന്ത് ചെയ്യാൻ പാടില്ല, ഇത് മാർക്കറ്റിലേക്ക് ഇറക്കി വിടാൻ പാടില്ല. കാരണം എന്താണ്,
ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നുള്ള ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ MSF പോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യുന്നു, MSF യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൽ നിന്നും കുറച്ച് പണം എടുത്ത് അവരുടെ ലെൻഡിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്ന RBIയുടെ ഫംഗ്ഷനാണ് വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന് സൂക്ഷിപ്പ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ വിദേശ നാണ്യ ശേഖരം എന്നത് വിദേശ കറൻസികൾ, സ്വർണ്ണ ശേഖരം എന്നിവയെല്ലാം ചേർന്നതാണ്. ഇതിൻ്റെ എല്ലാം കാവൽക്കാരൻ RBI ആണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ വിദേശ നാണ്യ ശേഖരം എന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പോൾ ഒരു രാജ്യമായിട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ അമേരിക്കയായിട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ കറൻസിക്ക് അവർക്ക് അക്സെപ്റ്റബിൾ ആയിരിക്കില്ല, അവർക്ക് ഡോളർ ആയിരിക്കും വേണ്ടത്. അപ്പോൾ ആ ഡോളർ നമ്മുടെ കയ്യിൽ വേണം. ആ ഡോളറിൻ്റെ ശേഖരം തീർന്നു പോയത് കൊണ്ടാണ് 1991 ഒരു സിറ്റുവേഷൻ വരികയും നമ്മുടെ പുതിയ LPG പോളിസി നടപ്പിലാക്കേണ്ടി വരികയും ചെയ്തതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഏതെങ്കിലും രാജ്യമായിട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് ഫോറിൻ കറൻസികളുടെ അസറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. കൂടാതെ വിദേശ നാണ്യ ശേഖരം എന്നത് വിദേശ കറൻസികൾ, സ്വർണ്ണ ശേഖരം എന്നിവയെല്ലാം ചേർന്നതാണ്. നമ്മുടെ കയ്യിൽ ഒരുപാട് ഗോൾഡ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പല രാജ്യങ്ങളിലായിട്ടാണ് ഗോൾഡ് വയ്ക്കുന്നത്. ചിലപ്പോൾ ഇപ്പോൾ അമേരിക്കയുടെ പറയുന്ന പോലെ ഒരുപാട് രാജ്യങ്ങൾ, ഇപ്പോൾ ഇന്ത്യയുടെ സ്വന്തം ഗോൾഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇംഗ്ലണ്ടിലെ ബാങ്കിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അതുപോലത്തെ പല സ്ഥലങ്ങളിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഇന്ത്യ പിൻവലിച്ച് ഇന്ത്യയുടെ കയ്യിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെലവൻസ് കുറച്ച് കൂടുതലാണ്, ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചേർന്നാണെങ്കിൽ ഈ പറയുന്ന അസറ്റ്സ് ഫോറിൻ കറൻസി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഫോറിൻ കറൻസി ആയിട്ടും ഗോൾഡായിട്ടും കയ്യിൽ വയ്ക്കും, ട്രേഡിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഇതെല്ലാം സൂക്ഷിക്കുന്നത് നമ്മുടെ സ്വന്തം RBI ആണ്. അപ്പോൾ ഇതിൻ്റെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൻ്റെ സൂക്ഷിപ്പ് എന്ന് പറയുന്നത് RBIയുടെ കയ്യിലാണ്. അടുത്താണ് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരണം. ഇന്ത്യയിലെ ബാങ്കിംഗ് പ്രവർത്തനം, പണനയ റിപ്പോർട്ടുകൾ, ഉപഭോക്തൃ സർവേകൾ, RBI ബുള്ളറ്റിൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്ലിമെൻറ്റുകൾ തുടങ്ങിയ വിവിധ റിപ്പോർട്ടുകൾ RBI വിവിധ കാലയളവിൽ പ്രസിദ്ധീകരിക്കുന്നു. അപ്പോൾ RBI റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാറുണ്ട്. അതായത് ബാങ്കിങ്ങിൻ്റെ പ്രവർത്തനം എങ്ങനെ നടക്കുന്നു, പണനയം അഥവാ മോണിറ്ററി പോളിസി ഉണ്ട്, ഫിസ്ക്കൽ പോളിസി ഉണ്ട്. ഫിസ്ക്കൽ പോളിസി ഗവൺമെൻറ് നടപ്പിലാക്കുമ്പോൾ മോണിറ്ററി പോളിസി RBI ആണ് നടപ്പിലാക്കുന്നത്. അതായത് എന്താണ്, പണനയം. ഉപഭോക്തൃ സർവേകൾ, പലതരത്തിലുള്ള സർവേകൾ നടത്താറുണ്ട് ഈ കൺസംഷനുമായിട്ട് ബന്ധപ്പെട്ട്. RBIയുടെ ബുള്ളറ്റിൻ ഇറക്കാറുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്ലിമെൻ്ററികൾ ഇറക്കുന്നു. ഇതുപോലെ ഒരുപാട് റിപ്പോർട്ടുകൾ RBI പുറത്തിറക്കുന്നു. ഇത് വിവിധ കാലയളവിൽ പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ട് ഇത് RBIയുടെ ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം. എന്താണ് ഈ പണനയം ധനനയം എന്നോട് പറയുകയാണ്. പണനയം എന്ന് പറയുന്നത് ആര് നടപ്പിലാക്കുന്നു, നമ്മുടെ സ്വന്തം RBI ആണ് നടപ്പിലാക്കുന്നത്. പണനയം, പണത്തിൻ്റെ അളവ്, പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ച നയമാണ് പണനയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും റിപ്പോ കൂട്ടി എന്നുള്ള കാര്യങ്ങൾ, എത്ര ബേസിസ് പോയിൻറ്റ്സ് കുറച്ച് കൂട്ടി എന്നുള്ള കാര്യങ്ങൾ. പണവുമായിട്ട് ബന്ധപ്പെട്ടും പണത്തിൻ്റെ ഫ്ലോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന അതോറിറ്റി എന്ന് പറയുന്നത് RBI ആണ്. അതിൻ്റെ പേരാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ഈ ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. നികുതി ചുമത്തൽ, ഗവൺമെൻറ് ചെലവുകൾ എന്നിവയെ സംബന്ധിച്ച നയമാണ് മോണിറ്ററി പോളിസി. ഗവൺമെൻറ് ചുമത്തുന്ന നയങ്ങൾ, അതായത് ഗവൺമെൻറ് ഫിനാൻഷ്യൽ സെക്ടറിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, ടാക്സ് കൂട്ടുന്നുണ്ടോ കുറയ്ക്കുന്നുണ്ടോ, ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ചെലവുകൾ എത്രയാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട നയങ്ങളെയാണ് ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസി. ഗവൺമെൻറ് നടപ്പിലാക്കുന്ന നയമാണ് ധനനയം, RBI നടപ്പാക്കുന്ന നയമാണ് പണനയം എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ടോപ്പിക്ക് കവർ ചെയ്തത് RBIനെ പറ്റിയിട്ടാണ്. ബാങ്കുകളുടെ ഒരു ടെക്നോളജിക്കൽ ചേഞ്ചിനെ പറ്റി, ATM പോലുള്ള സംവിധാനങ്ങൾ, UPI പോലുള്ള സംവിധാനങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് RBIയുടെ വിവിധ കാര്യങ്ങളെ പറ്റിയിട്ടാണ്. SCERT ടെക്സ്റ്റുകളിൽ RBIനെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ SCERT ടെക്സ്റ്റിൽ RBIയുടെ മേജറായിട്ടുള്ള ഫംഗ്ഷൻ ഒന്ന് നമ്മൾ ഡേറ്റുകൾ പറഞ്ഞു. RBI വന്നത് എപ്പോഴാണ്, RBIയുടെ ആക്ട് എപ്പോഴാണ് വന്നത്, RBI എപ്പോഴാണ് നാഷണലൈസ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം RBIയുടെ ആസ്ഥാനം കൊൽക്കത്തയായിരുന്നു, പിന്നീട് അവിടെ നിന്ന് എങ്ങോട്ട് മാറ്റി, മുംബൈയിലോട്ട് മാറ്റി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകൾ 34, 35, 37, 49 എന്നുള്ള 4 വർഷങ്ങളുടെ കാര്യം ഓർത്തിരിക്കുക. പിന്നീട് നമ്മൾ RBIയുടെ പല തരത്തിലുള്ള ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, നോട്ടുകൾ അച്ചടിക്കുക, ഈ നോട്ടുകളുടെ പ്രസ്സുകൾ എവിടേക്കാണ് സ്ഥിതി എന്ന് നമ്മൾ പറഞ്ഞു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അച്ചടിക്കുന്ന നോട്ടുകൾ, നാണയങ്ങളൊക്കെ അച്ചടിക്കുന്നുണ്ട്, 1 രൂപ നോട്ട് അച്ചടിക്കുന്നുണ്ട്, അതിൻ്റെ പ്രിൻറ്റിംഗ് പ്രസ് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു, മിൻറ്റുകൾ എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം RBI എന്ത് ചെയ്യുന്നു, ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. അതുകൂടാതെ പ്രധാനമായിട്ടും ഇന്ത്യയുടെ പണം നയം, അതായത് പണവുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലോയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്, നമ്മുടെ സ്വന്തം RBI ആണ്. അപ്പോൾ RBIയുടെ പലതരത്തിലുള്ള ഫംഗ്ഷൻസിനെ പറ്റിയിട്ട് നമ്മൾ എലാബറേറ്റ് ആയിട്ടൊന്ന് സംസാരിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ നടപ്പിലാക്കുന്ന ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി, LAF എന്ന് പറഞ്ഞ സാധനം ടെക്സ്റ്റ് ബുക്കുകൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മളിത് ആഡ് ചെയ്യാത്തത്. പഠിക്കുമ്പോൾ അതുകൂടി ആഡ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റിയിൽ 4 ടൂൾസ് ഉണ്ട്. 2 നമ്മളിന്ന് പഠിച്ചു, റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും. 2 അഡീഷണൽ ആയിട്ട് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ MSF എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റിനെ പറ്റിയിട്ടും സ്റ്റാൻഡിംഗ് ഡിപ്പോസിറ്റിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇത് എന്താണ്, ബോണ്ടുകൾ വെച്ചുകൊണ്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻ, ബോണ്ടുകൾ തീരുമ്പോൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. കൂടാതെ SRRും CRRും SLR എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കൂടാതെ നമ്മൾ അഡീഷണൽ ആയിട്ട് പോയിന്റുകൾ പറഞ്ഞപ്പോൾ ജസ്റ്റ് ബ്രീഫ്ലി പറഞ്ഞു പോയ കാര്യങ്ങളാണ് ഈ മോറൽ സുവേഷൻ, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇന്ന റേറ്റ് മാർജിനൽ റേറ്റ് തീരുമാനിക്കണം. കൂടാതെ ഈ പറയുന്ന വാല്യൂസിനെ പറ്റിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, RBI മോറലി സുവേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ക്വാളിറ്റേറ്റീവിലും ക്വാണ്ടിറ്റേറ്റീവിലും നമ്മളോട് ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റിയിൽ വരുന്ന കാര്യങ്ങളും കൂടാതെ CRR SLR പോലുള്ള വാല്യൂസൊക്കെ
ഇങ്ങനെ ഒരു മാർക്കറ്റിൽ ഇന്ത്യയിൽ ഒഴുകുന്ന പണത്തിനെയൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന കാര്യം തീരുമാനിക്കുന്നു, RBI തീരുമാനിക്കുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു, RBI ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫംഗ്ഷൻസും പറഞ്ഞു. അപ്പോൾ ഒന്നുകൂടി എലാബറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും വരും. SCRTയുടെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ പഠിക്കാനായിട്ടും കേട്ടിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.